സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിൽ പ്രത്യേകിച്ച് ലോങ് ടൈം നിക്ഷേപത്തിൽ നല്ല പേഷ്യൻസ് വേണമെന്നാണ് നമ്മളെ മാർക്കറ്റിലെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഗുരുക്കന്മാർ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയം മുതൽ അത് ഡൗൺ ട്രെൻഡിൽ പോവുകയും നിങ്ങൾ എവിടുന്നെല്ലാം അത് റിവേഴ്സൽ പ്രതീക്ഷിച്ച് നിങ്ങൾ ആവറേജ് ചെയ്യുന്നു, അവിടുന്നും അത് താഴോട്ട് പോവുകയും ഏകദേശം 50% മേളിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാനിഷായി പോവുകയും ചെയ്യുമ്പോൾ ഈ ക്ഷമ എന്ന് പറയുന്നത് അതിൻ്റെ നെല്ലിപ്പലക കാണും. ശരിയല്ലേ? മൾട്ടി ബാഗർ ആ ഒരു കളർഫുൾ മൈൻഡ് സെറ്റിൽ നിന്നും അങ്കലാപ്പിൻ്റെയും ആശങ്കയുടെയൊക്കെ ഒരു മനസ്ഥിതിയിലേക്ക് നിങ്ങൾ മാറും. ഇനി ഇത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും. അങ്ങനെയുള്ള കുറേ സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. ശരിയല്ലേ? അങ്ങനെയുള്ളൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക ടാറ്റ ടെക്നോളജിയെക്കുറിച്ചാണ്. അല്ലേ? IPOയുടെ സമയത്ത് വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക്, പ്രസിദ്ധമായിട്ടുള്ള ടാറ്റ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സ്റ്റോക്ക്, EV എന്ന് പറയുന്ന അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു സെക്ടറിൽ നിന്നുള്ളൊരു സ്റ്റോക്ക്, 11,000 എംപ്ലോയീസ്, എയർബസ്, ബോയിങ്, BMW, ജാഗ്വാർ, ഡിഫൻഡർ, അങ്ങനെയുള്ള നിങ്ങൾ കേട്ടാൽ അമ്പരക്കുന്ന ക്ലയൻറ്റ് ലിസ്റ്റുള്ള ഒരു സ്റ്റോക്ക്. ആ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ 50% മേളിലുള്ള ക്യാപിറ്റൽ വാനിഷായി പോയിട്ടുണ്ട്. ഇതാ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ടാറ്റ ടെക്നോളജി അതിൻ്റെ Q3 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിസൾട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? ആ റിസൾട്ട് നിങ്ങൾ ആരെങ്കിലും അനലൈസ് ചെയ്തിരുന്നു? ടാറ്റ ടെക്നോളജി വാങ്ങിച്ചോളൂ, അടിപൊളിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത് മൾട്ടി ബാഗർ ആണെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആരെങ്കിലും ഈ റിസൾട്ടിനകത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ല. എന്നാൽ ഇനി ആ ടാറ്റ ടെക്നോളജി ഹോൾഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇനി ഇതിനകത്ത് ആ IPO ലിസ്റ്റിംഗ് സമയത്തെ ആ കളർഫുൾനെസ് തിരിച്ചു വരുമോ? നമുക്കൊന്ന് ഡീപ്പ് ഡൈവ് ചെയ്ത് നോക്കിയാലോ? കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിയല്ലേ. ശരി, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. (2023) നവംബർ 30-നാണ് ടാറ്റ ടെക്നോളജി അതിൻ്റെ IPO ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ TCSന് ശേഷമുള്ള 19 വർഷത്തിന് ശേഷമുള്ള ഒരു IPO, വളരെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടർ, അതായത് ER&D ഓട്ടോ സെക്ടർ, അതുപോലെ തന്നെ ഹീറ്റിംഗ് ആയിട്ടുള്ള ഹോട്ട് കേക്ക് ആയിട്ടുണ്ടായിരുന്ന ആ സമയത്തെ EV തീം, 2023 ബുൾ റണ്ണിൻ്റെ പ്രഭാവം, ഇതെല്ലാം കൊണ്ട് തന്നെ 69.4 ടൈംസ് ഹയറായിട്ടാണ് ആ ഒരു ഓഫർ ഫോർ സെയിൽസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ബിഡ്സ് ഏകദേശം 1.56 ലക്ഷം കോടി രൂപയുടെ ആയി മാറിയപ്പോൾ 475 മുതൽ 500 വരെ പ്രൈസ് ബാൻഡ് ഉണ്ടായിരുന്ന ഒരു IPO അത് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തത് 1200-നും 1314 ഹൈയിലുമായിരുന്നു. ഏകദേശം 140% ലിസ്റ്റിംഗ് ഗെയിനാണ് ഒരു ദിവസം കൊണ്ട് ടാറ്റ ടെക്നോളജി നേടിയത്. എന്നാൽ കഥ മാറി. 2-ാമത്തെ ദിവസം മുതൽ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലേക്ക് മാറി. ആളുകൾ ലിസ്റ്റിംഗ് ഗെയിൻ എടുത്ത് ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. സ്റ്റേ ചെയ്തിരുന്ന നിക്ഷേപകർ കിട്ടിയ പോയിന്റിലെല്ലാം വെച്ച് അതിനെ ആവറേജ് ചെയ്തു. കാരണം മാർക്കറ്റ് ഗുരുക്കന്മാർ അവരോട് പറഞ്ഞിരുന്നത് വളരെ നല്ല സ്റ്റോക്കാണ്, മൾട്ടി ബാഗർ ആകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. കിട്ടുന്ന പോയിന്റിലെല്ലാം ഓരോ പോയിന്റിലും കയ്യിലുള്ള പൈസയെല്ലാം അവർ ഇൻഫ്യൂസ് ചെയ്തു. പക്ഷെ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് എല്ലാ താഴ്ചയിൽ നിന്നും വീണ്ടും താഴ്ചകളിലേക്ക് ടാറ്റ ടെക്നോളജി പോയി. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള 800 എന്ന് പറയുന്ന ഒരു പ്രൈസ് ബാൻഡും ക്രോസ് ചെയ്ത് പോയപ്പോൾ ഇതിനകത്ത് നിക്ഷേപകർ അങ്കലാപ്പെടാനും അതുപോലെ തന്നെ അവർ ചിന്തിക്കാനും തുടങ്ങി. ഇത് വീണ്ടും ഒരു IPO ഹൈപ്പ് സ്റ്റോറിയാണോ, അതോ ഇനി ER&D അല്ലെന്നുണ്ടെങ്കിൽ EV തീം അത് അവസാനിച്ചു, അതിൻ്റെ യുഗം അവസാനിച്ചു, എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിൽ ഏണിങ്ങിൽ ഒക്കെ പ്രശ്നം ഈ കമ്പനിക്കുണ്ടോ?
അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഹീറ്റഡ് ആയിട്ടുള്ള വാല്യുവേഷൻ, അതായത് ഹീറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിങ്ങിൻ്റെ വാല്യുവേഷൻ ആണോ ഇതിൻ്റെ പ്രശ്നം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടം വരെ ഈ ഒരു താഴ്ച പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായി നിക്ഷേപകർ. നമ്മൾ ഇവിടെ ടാറ്റ ടെക്നോളജിയുടെ ഷെയർ ഹോൾഡിംഗ് ആണ് ആദ്യം ഒന്ന് പരിശോധിക്കുന്നത്. നമ്മൾ ഷെയർ ഹോൾഡിംഗ് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടറിൻ്റെ ഷെയർ ഹോൾഡിങ്സ് 55.39 ലിസ്റ്റിംഗ് സമയത്തുണ്ടായിരുന്നത് ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ലാതെ 55.21% ആയിട്ട് ഇപ്പോഴും ഉണ്ട്. FIS 2.02% ഉണ്ടായിരുന്നത് ഇൻക്രീസ് ചെയ്ത് ഏതാണ്ട് ഡബിളിന് മുകളിലായി 5.51% ആയി. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെത് 2.50% ഉണ്ടായിരുന്നത് ഇപ്പോൾ 2.92% ആണ്. ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. പബ്ലിക് ആകട്ടെ 40% ഉണ്ടായിരുന്നത് ആവറേജ് ചെയ്ത് 42 പിന്നെ 41 ഇപ്പോൾ പേടിച്ചിട്ടിട്ട് പോയി 36.34% ഉള്ളൂ. ഫ്ലോട്ടിംഗ് സ്റ്റോക്കുകൾ കുറഞ്ഞിട്ടുണ്ട്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഓടിപ്പോകുന്നു, ഉപേക്ഷിച്ചിട്ട് പോകുന്നു. കാര്യം എന്താണ്? ഡീറേറ്റഡ് ആയിട്ടുള്ള റുപ്പി വാല്യുവേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ടാക്സ് സ്ട്രക്ചർ, ഇതൊക്കെ കൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും അവർ വിറ്റൊഴിഞ്ഞു പോവുകയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ വിറ്റൊഴിഞ്ഞു പോകുന്ന FIS എന്തുകൊണ്ടാണ് കഴിഞ്ഞ ക്വാർട്ടറുകളിലെല്ലാം കൂടെ ഈ താഴോട്ട് പോകുന്ന ടാറ്റ ടെക്നോളജിയിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടേക്കുന്നത്? നമ്മളറിയാത്ത എന്തെങ്കിലും അവർക്കറിയാമോ? നോക്കാം. നമ്മൾ ഇതിൻ്റെ ബിസിനസ് മോഡലിനെ കുറിച്ചൊന്ന് പഠിക്കാം. ടാറ്റ ടെക്നോളജിയുടെ വരുമാനത്തിൻ്റെ 80% വരുന്നത് ഓട്ടോ എഞ്ചിനീയറിംഗ് R&D സർവീസിൽ നിന്നാണ്. എയറോസ്പേസിലും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിനും അതിന് ഒരു സ്ഥാനമുണ്ടെങ്കിലും അത് വളരെ തുലവും കുറവാണ്. ഇനി എഞ്ചിനീയറിംഗ് R&D സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. അതിനകത്തെ ക്ലയൻറ്റ് വെണ്ടർ റിലേഷൻഷിപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ളതായിരിക്കും. കാര്യം ഇതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വെണ്ടറിനെ മാറ്റുക, സപ്ലയറിനെ മാറ്റുക, സർവീസ് പ്രൊവൈഡറിനെ മാറ്റുക എന്നൊക്കെ പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആയതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. റവന്യൂ ജനറേഷനും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇനി ഇതിനകത്തൊരു നെഗറ്റീവ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈക്ലിക്കലാണ് നേച്ചർ വഴി. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു കമ്പനി അതിൻ്റെ മാന്ദ്യത്തിലേക്ക് പോകുന്നു, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഏർണിങ്സ് പ്രോബ്ലംസ് ഒക്കെ ഉള്ള സമയത്ത് ആദ്യം കട്ട് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് R&D ആണ്. അതായത് ഡെവലപ്മെൻറ്റ്സിലൊക്കെ നിർത്തിവെക്കും, ക്യാപെക്സ് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സെക്ടർ വരുന്ന മാന്ദ്യം അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന മാന്ദ്യം ഒക്കെ ഡയറക്റ്റ്ലി ഈ ടാറ്റ ടെക്നോളജിയെ ഡയറക്റ്റ് ബാധിക്കും. നമ്മൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. ഏതൊരു കമ്പനിയെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന സമയത്തും ഏതൊരു കമ്പനിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്തും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പോയിൻ്റാണ് അതിൻ്റെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടാറ്റയെക്കുറിച്ച് ടാറ്റയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ്, ഗ്ലോബലി പ്രസൻസ് ആണ്, സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്, ക്ലീൻ ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ട്, ട്രാൻസ്പെറൻസി ഡിസ്ക്ലോസേഴ്സ് ആണ്, ഡിസിപ്ലിൻഡ് ക്യാപിറ്റൽ അലോക്കേഷൻ ആണ്. ടാറ്റയുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ടാറ്റ ആൾവേസ് ഫോക്കസിങ് ഓൺ സസ്റ്റൈനബിൾ ബിസിനസ്. അപ്പോൾ നല്ല ഒരു മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഗൈഡൻസ് ഉള്ളത്. ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ കാര്യമായിട്ട് കൂടുന്നത് കാണാം, റിസർവ്സ് കാര്യമായിട്ട് കൂടുന്നത് കാണാം. അതിന് ലയബിലിറ്റീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3346 കോടിയുടെ ലയബിലിറ്റീസിൽ ഏകദേശം ഒരു 1370 കോടി രൂപയുടെ ക്യാരി ഫോർവേഡ് ഉണ്ടെങ്കിലും മേജർ പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 40% മേലിലുള്ള സംഗതികൾ കറണ്ട് ലയബിലിറ്റിയാണ്. ദാറ്റ് മീൻസ് ദേ ഹാവ് ദ കപ്പാസിറ്റി ടു റീപേ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. വളരെ ചുരുങ്ങിയ ക്വാണ്ടിറ്റി മാത്രമാണ് അവരുടെ ലോങ് ടേം അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റാണ്. അസറ്റും ലയബിലിറ്റിയും എല്ലാം കൃത്യമായ രീതിയിൽ, ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ നോക്കാം.
ഈ ക്യാഷ് ഫ്ലോയിലൂടെ നമ്മൾ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ എഫിഷ്യൻസി നോക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി അതിൻ്റെ കോർ ബിസിനസ്സിൽ നിന്നും അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നും കൃത്യമായ രീതിയിൽ പൈസ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. ഇവിടെ ടാറ്റ ടെക്നോളജി വളരെ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നോ വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രെസ്. ഇനി നമ്മൾ ഈ പോസിറ്റീവ് മെഷേഴ്സ് എല്ലാം നോക്കുന്നതോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ടാറ്റ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടാറ്റ ടെക്നോളജി ഡസൻറ്റ് നീഡ് എനി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഗ്രോ. കാരണം ഇത് എഞ്ചിനീയറിംഗ് R&D ആയതുകൊണ്ട് തന്നെ ക്യാപെക്സ് വളരെ കുറച്ച് മതി. ഈ ഒരു പ്രത്യേകത ഈ കമ്പനിയുടെ മോശം സമയങ്ങളിൽ ദിസ് വിൽ ഹെൽപ്പ് ദ കമ്പനി പ്രൊട്ടക്ഷൻ ഓൺ ഇറ്റ് ഡൗൺ സൈഡ് ബിസിനസ് ഡേയ്സ്. വേസ്റ്റ് ബിസിനസ് ഡേയ്സിൽ ഇത് ഒരുപാട് താഴെ പോകാതിരിക്കാൻ ഈ കമ്പനിയെ സഹായിക്കും. ഇനിയിപ്പോൾ നമ്മൾ കണ്ട 1200 നിന്നും ഇപ്പോൾ നിൽക്കുന്ന ലെവലിലേക്ക് ഈ സ്റ്റോക്ക് താഴോട്ട് വീഴാൻ എന്താണ് കാരണമെന്ന് നോക്കാം. ഒരൊറ്റ കാരണമേ ഉള്ളൂ. മേജറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 475 മുതൽ 500 രൂപ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കിനെ ഏകദേശം 69.4 ടൈംസ് ലിസ്റ്റഡ് ഹീറ്റിംഗ് ലിസ്റ്റഡിൽ 1220 രൂപയിൽ കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രൈസ് ടു ഏർണിങ്സ് 29x നിന്നും 70x മാറി. ഏകദേശം 140% പ്രീമിയത്തിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു മോശവുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ മാർക്കറ്റ് 70x PEയിലുള്ള ഏർണിംഗ് സസ്റ്റൈനബിലിറ്റി പ്രതീക്ഷിക്കും. ഏകദേശം 20 മുതൽ 30% വരെ ആനുവലി ഗ്രോത്ത് ഈ ഒരു 70x PEയിൽ ടാറ്റ ടെക്നോളജിയിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അത് കൊടുക്കാൻ ടാറ്റ ടെക്നോളജിക്ക് കഴിഞ്ഞില്ല. മ്യൂട്ടഡ് ഗ്രോത്ത്, മ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നോക്കൂ, 2023 4,414 കോടി രൂപ ഉണ്ടായിരുന്ന സെയിൽസ് 5,117 5,168 ഫ്ലാറ്റായിട്ട് നിർത്താൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 821 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ടാറ്റ ടെക്നോളജിക്ക് 941 934 മാത്രമാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് മാർക്കറ്റിനെ പറ്റിയത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയി. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എക്സിറ്റഡ് ഫ്രം ദ സ്റ്റോക്ക്. ദർ ഈസ് നോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഏർണിംഗ്. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ് ഓഫ് ടാറ്റ ടെക്നോളജീസ് ഫോൾ. ഒരു കാര്യം നമ്മൾ ഇതിനകത്തുനിന്ന് വ്യക്തമായി മനസ്സിലാക്കണം. നോ മാറ്റർ ഹൗ ഗ്രേറ്റ് ദ കമ്പനി ഓർ ബിസിനസ് ഈസ്, ഇഫ് യു എൻഡ് അപ്പ് പേയിങ് ദ ഹൈ വാല്യുവേഷൻ യു ക്യാൻ മേക്ക് ഇറ്റ് സസ്റ്റെയിൻ അൺലെസ് ദ ഏർണിങ്സ് ഓഫ് ദ കമ്പനി ഇംപ്രൂവ്ഡ് ഇൻ ദാറ്റ് ലെവൽ. അതായത് എത്ര ഉയരത്തിലാണ് PE എങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൃത്യമായ രീതിയിലുള്ള ഏർണിങ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വരും. ഇനി അത് മാത്രമാണോ? ഏതാനും ചില ഫാക്ടേഴ്സ് കൂടി ഈ പറയുന്ന താഴോട്ടുള്ള വീഴ്ചയെ സ്പീഡപ്പ് ചെയ്തു അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്തു. എന്താണ്? ഈ R&D എന്ന് പറയുന്ന സെക്ടർ ഗ്ലോബലി ഒന്ന് സ്ലോ ഡൗൺ ആയി. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EV തീം അതൊന്ന് സ്ട്രെച്ചായി. കാര്യം ഹൈ ബാറ്ററി കോസ്റ്റ്, അൺഅഫോർഡബിലിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ്, അൺപ്ലാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, ഇതൊക്കെ കൊണ്ട് ഈ പറയുന്ന EV തീം ഒന്ന് സ്ട്രെച്ചായി. നമ്മൾ പറഞ്ഞ സ്പീഡിൽ, അതായത് മാർക്കറ്റ് പ്രതീക്ഷിച്ച സ്പീഡിൽ അല്ലെങ്കിൽ കമ്പനികൾ പ്രതീക്ഷിച്ച സ്പീഡിൽ അതിനെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇത് ഈ R&D ഓട്ടോ സെക്ടറിൽ നിന്നും വരുമാനം 80% എടുക്കുന്ന ടാറ്റ ടെക്നോളജിയെ ഡയറക്റ്റായിട്ട് ബാധിച്ചു. ഇനി ഇതിനകത്ത് ടാറ്റ ടെക്നോളജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം, രണ്ട് മെയിൻ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകളുണ്ട്. ഒന്ന്, ഓട്ടോ സെക്ടറിൽ നിന്നാണ് അതിൻ്റെ 80% വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെച്ചബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലോ ഡൗൺ അതിൻ്റെ വരുമാനത്തെ കാര്യമായി ബാധിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത്, ഈ ഓട്ടോ ക്യാപെക്സ് സൈക്കിൾ കൂടാണ്ട് ഇതിൻ്റെ മേജർ റവന്യൂ വരുന്നത് 5 ഇമ്പോർട്ടൻറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് മാത്രമാണ്. അതിനകത്ത് തന്നെ 60% വരുന്നത് ടാറ്റ ഗ്രൂപ്പിൽ നിന്നും. ഈ മ്യൂട്ടഡ് ഏർണിങ്സ് ആൻഡ് പ്രോഫിറ്റ് കൂടാണ്ട് ശരിക്കും ഈ പറയുന്ന നമ്മളുടെ നാട്ടിൽ 2023, അതായത് ഗ്ലോബലി 2023 ശേഷം കണ്ടിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി ഇൻ ദ ജിയോ പൊളിറ്റിക്കൽ ആൾസോ സ്ലോ ഡൗൺ ദ എൻറ്റയർ മാർക്കറ്റ്.
നമുക്ക് ഇനി ടാറ്റ ടെക്നോളജിയുടെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ക്വാർട്ടർ ഏണിങ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇയർ ഓൺ ഇയർ ബേസിസിൽ, അതായത് കഴിഞ്ഞ 2024 ഡിസംബറിലെ Q3യും 2025 Q3 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 3.7% റവന്യൂ ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കമ്പനി അച്ചീവ്ഡ് ബോത്ത് ഇയർ ഓൺ ഇയർ ആൻഡ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് റവന്യൂ ഗ്രോത്ത്, ഇൻഡിക്കേറ്റിംഗ് സ്റ്റഡി ഡിമാൻഡ് ഇൻ ഇറ്റ്സ് സർവീസ് സെഗ്മെൻറ്റ്. വളരെ കോർ സെഗ്മെൻറ്റിൽ റവന്യൂ ജനറേഷൻ ചെയ്യാൻ പറ്റി, അത് 4.7% റവന്യൂ ജനറേഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2024 ഡിസംബറിൽ നിന്നും 2025 ഡിസംബറിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 96% ഡ്രോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ നിന്ന് വരുന്നുണ്ട്. അതായത് റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ലേബർ കോഡ് ചേഞ്ച് കാരണം അവരുടെ കമ്പനിയിലെ എംപ്ലോയീസിന് കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും കൊണ്ടാണ് ഈ 140 കോടിയുടെ വൺ ടൈം എക്സ്പെൻസ് വന്നത്. അത് ജസ്റ്റിഫയബിൾ ആണെന്നുള്ള രീതിയിൽ നമുക്ക് അതിനകത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. കൂടാണ്ട് നമ്മൾ ആ ഏണിംഗ് റിപ്പോർട്ടിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയ്റോസ്പേസിലും ഈ ടാറ്റ ടെക്നോളജിക്ക് എയ്റോസ്പേസിലും ഇൻഡസ്ട്രിയൽ ഹെവി മെഷീനറി സെഗ്മെൻറ്റിലും ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലായിരുന്ന സെഗ്മെൻറ്റിൽ നിന്നും ഏകദേശം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ 10%ഓളം $US വരുമാനം കൂട്ടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തും എയ്റോസ്പേസിനകത്ത് ഏകദേശം 400 കോടി രൂപയുടെ ആനുവൽ റൺ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രൊഡക്റ്റ് സെയിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബിസിനസ്സിനകത്ത്, അതായത് ടെക്നോളജി സൊല്യൂഷൻ ബിസിനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം 30% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നോട്ടബിൾ ആയിട്ടുള്ള വേറെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ BMW ആയിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏകദേശം 37% പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിവൈവലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങളാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണാൻ പറ്റുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഏണിംഗ് റിപ്പോർട്ട്സുകളിൽ കാണാൻ പറ്റുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മൂവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം. ടാറ്റ ടെക്നോളജിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റീസെൻ്റായിട്ട് നമ്മളുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ ഒരു കാര്യമാണ്. ഭാവിയിൽ നമ്മളുടെ നാട്ടിലെ റോഡുകളിൽ കാറുകൾ തമ്മിൽ സംസാരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ദ വെഹിക്കിൾസ് വിൽ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഒരു ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് ടാറ്റ ടെക്നോളജി ഈസ് ദ മാസ്റ്റർ ഇൻ ദാറ്റ് ഗെയിം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഓട്ടോ ഡെവലപ്മെൻറ്റ് ട്രാൻസിഷൻ ഈസ് അറ്റ് ദ പീക്ക്. ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദ കാർ മേക്കിംഗ് ഓർ കാർ മാനുഫാക്ചറിങ്. If you talk about electrification, software, internal system, emissions, safety, communication, whatever it may be, Tata is the manager, Tata Technology is the master. ഇനിയിപ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ മൂവ്മെൻറ്റിനകത്ത് പോസിറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ ഇപ്പോഴത്തെ ഏണിങ്സിനകത്ത് Q3 ഏണിങ്സിനകത്ത് FY26 Q3 ഏണിങ്സിനകത്ത് അവരുടെ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ ഗ്ലോബൽ OEMൽ നിന്നും, അതായത് യൂറോപ്യൻ OEMസിൽ നിന്നും ഏകദേശം 6 സ്ട്രാറ്റജിക്കൽ ഓർഡർ വിൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്ലോഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തില്ലെങ്കിലും ദേ ആർ അക്സെപ്റ്റിംഗ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ എക്സ്ചേഞ്ച് ഡിസ്ക്ലോഷർ. വളരെ പബ്ലിക്കായിട്ടാണ് അവർ പറഞ്ഞത്. അതായത് 6 സ്ട്രാറ്റജിക്ക് വിൻ അവർ കിട്ടിയിട്ടുണ്ട്. ഇത് അവരുടെ ബാലൻസ് ഷീറ്റിൽ, അവരുടെ റവന്യൂവിൽ ഭയങ്കരമായ രീതിയിലൊരു മാറ്റം കൊണ്ടുവരും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ദ സസ്റ്റൈനബിലിറ്റി മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു ദ മാനേജ്മെൻറ്റ് ഗൈഡൻസ്, ഓട്ടോമോട്ടീവ് സെക്ടർ ഈസ് റിവൈവൽ കണ്ടീഷൻ. അതായത് ഓട്ടോമോട്ടീവ് സെക്ടർ തിരിച്ചു വരുന്നുണ്ട്, മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്ലയൻസ് റീഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പ്രൊജക്റ്റുകളിൽ, സ്പെഷ്യലി EV സെക്ടറിൽ. ഞാൻ നേരത്തെ പറഞ്ഞോണം, EV സെക്ടർ ഒരു സ്ട്രെച്ചബിൾ മോഡിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചു കൊടുത്തിട്ടുണ്ട്. ഇംപ്ലിക്കേഷൻ ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ജർമ്മനിയിലുള്ള ES ടെക് എന്ന് പറയുന്ന കമ്പനി 750 കോടി രൂപ കൊടുത്ത് ഇവർ സ്വന്തമാക്കി ടാറ്റ ടെക്നോളജി. അത് കാരണം അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ADAS, SDV
എംബഡഡ് സോഫ്റ്റ്വെയർ മുതലായിട്ടുള്ള മേഖലകളിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് കാരണം ഈ ഒരു കമ്പനിയെ ഏറ്റെടുത്തത് കാരണം ഏകദേശം 400 കോടി രൂപയുടെ ബിസിനസ് വാർഷികമായി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് അവരുടെ മാനേജ്മെന്റ് ഗൈഡൻസിനകത്ത് പറയുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ആൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്. എയറോസ്പേസിലും ഹെവി മെഷീനറി, ഇൻഡസ്ട്രിയൽ ഹെവി മെഷീനറിയിലും ഉള്ള ഡൈവേഴ്സിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ടാറ്റ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു 60% റവന്യൂ ടാറ്റയിൽ നിന്നും 80% റവന്യൂ ഓട്ടോമോട്ടീവ് ഇ ആൻഡ് ഇ ആർ ആൻഡ് ഡിയിൽ നിന്നുമായിരുന്നു എന്നുള്ളത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റമായിട്ട് എയറോസ്പേസ് ബിസിനസ്സിനെ 50%-ഓളം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും ഇൻഡസ്ട്രിയൽ മെഷീനറിയെ 20%-ഓളം ഇയർ ഓൺ ബേസിസിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് പോസിറ്റീവ് മൂവ്. According to Warren Harris, CEO and Managing Director of Tata Technology, there is a strong guidance has been delivered. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദ കമ്മിങ് ഇയർ ഈസ് ഗോയിങ് ടു ബി എ വെരി സ്ട്രോങ് ഇയർ ഡെസ്പൈറ്റ് ഓഫ് ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടനിറ്റി. അതായത് എത്ര കണ്ട് പോരായ്മകൾ ഉണ്ടെങ്കിലും അവർക്ക് ഈ വരാൻ പോകുന്ന ഒരു ഇയറിൽ നല്ല ഒരു ബിസിനസ് കാഴ്ചവെക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ ടെക്നിക്കൽ ചാർട്ട് ഒന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതൽ ദിസ് ഈസ് കൺസോളിഡേറ്റിംഗ് ഓൺ എ സ്മോൾ ഡിമാൻഡ് സോൺ. അതൊരു ഡിമാൻഡ് സോൺ ആണോ എന്ന് നമുക്ക് പറയാറായിട്ടില്ലെങ്കിലും ബട്ട് ഇറ്റ് ഈസ് ഡൂയിങ് എ സ്മോൾ കൈൻഡ് ഓഫ് സസ്റ്റൈനബിലിറ്റി. ഇതിൻ്റെ ഡൗൺ ലെവല് ഈവൻ ദോ ഈ പറയുന്ന രണ്ട് മൂവിങ് ആവറേജിന് മേജറായിട്ടുള്ള രണ്ട് മൂവിങ് ആവറേജിനും താഴെയാണ് പ്രൈസ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൈസ് വീക്കാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഒരു അക്യുമുലേഷൻ മോഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. 634 അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ആയിരുന്നുണ്ടെങ്കിൽ അതും ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഇല്ലാതില്ല. 700-ന് മേളിൽ അല്ലെന്നുണ്ടെങ്കിൽ 720-ന് മേളിലൊക്കെ കയറി കഴിഞ്ഞാലേ നമുക്കിതിനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ വളരെ റീസണബിൾ ആണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ദ സ്റ്റോക്ക് ഈസ് നോട്ട് ചീപ്പ് അക്കോർഡിംഗ് ടു ദ ഏർണിങ്സ്. ഷോർട്ട് ടൈം ഗ്രോത്ത് ക്യാൻ സ്ലോ ഡൗൺ ബിക്കോസ് ഓഫ് ദ സൈക്കിൾ നേച്ചർ, ബട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് ദ ഡിമാൻഡ് ഈസ് സ്റ്റിൽ ഇൻടാക്ട്. അതായത് ലോങ് ടൈമിലേക്ക് വീണ്ടും ഇതൊരു പ്രതാപകാലത്തിലേക്ക് തിരിച്ചു പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഡൗൺ സൈഡ് ലുക്ക് റിലേറ്റീവ്ലി പ്രൊട്ടക്റ്റഡ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ദാൻ ടാറ്റ ഗ്രൂപ്പ് ക്രെഡിബിലിറ്റി ആൻഡ് സ്ട്രക്ചറൽ റിലവൻസ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞോണം മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ക്ലാരിറ്റിയും അതുപോലെ ഇപ്പം ഏർണിങ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ താഴോട്ടുള്ള പോക്കിന് അല്ലെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇനിയൊരു കൂടിയ ഡൗൺ ട്രെൻഡിന് സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്സൈഡ് വിൽ ബി ഓൺലി ഓപ്പൺ അപ്പ് വെൻ ദ ഏർണിംഗ് ഗ്രോത്ത് ആക്ച്വലി കംസ് ബാക്ക് ഓൺ ദ ട്രാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എത്ര ഉയരത്തിലുള്ള സ്റ്റോക്ക് ആണെങ്കിലും മറ്റെത്ര നല്ല ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ PEക്ക് അനുസരിച്ചുള്ള ഏർണിങ്സ് പ്രൂവ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് താഴോട്ട് തന്നെ പോവും. But fortunately, what we are seeing in the current earning report and what are the revivals which is happening, I think they will deliver a new attractive earnings for the current P. ഇത് ഒരു വാച്ച് ലിസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വയ്ക്കാം. ബ്ലൈൻഡായിട്ട് കൊണ്ടുപോയി പൈസ ഇടരുത്. ഗ്രോത്ത് ഏർണിങ്സിനനുസരിച്ച് മാറുകയുള്ളൂ. പക്ഷേ ഉയർന്ന വിലയിൽ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് ലിസ്റ്റ് ചെയ്ത സമയത്താണ് നിങ്ങളുടെ പ്രൈസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ താഴ്ച ബജറ്റ് വരാൻ പോകുന്ന ബജറ്റിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ആ മാർക്കറ്റ് കറക്ഷനിൽ ടാറ്റ ടെക്നോളജി മാർക്കറ്റിനനുസരിച്ച് താഴോട്ട് പോകും, അല്ലാതെ ക്വാളിറ്റി വെച്ചിട്ടല്ല താഴോട്ട് പോകുന്നത്. മാർക്കറ്റിനനുസരിച്ച് താഴോട്ട് പോകുമ്പോൾ ആ താഴ്ചയെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ടാറ്റ ടെക്നോളജിയുടെ ഈ ഒരു ചെറിയ അനാലിസിസ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വാറൻ ബഫറ്റ് പറഞ്ഞ മാതിരി ദ പ്രൈസ് വാട്ട് യു പേ ആൻഡ് ദ വാല്യൂ വാട്ട് യു ഗെറ്റ്. ഇൻ സോഷ്യൽ മീഡിയ സർക്കസ് എവറി അൺക്വാളിഫൈഡ് ടിപ്സ്റ്റർ ഈസ് സ്റ്റാൻഡിങ് ടു സെൽ എ ഗോൾഡൻ ടിക്കറ്റ് അണ്ടിൽ ദ ടെൻറ്റ് ഈസ് കൊളാപ്സ്ഡ് ആൻഡ് യുവർ പോർട്ട്ഫോളിയോ ഈസ് ഇൻ ദ ഡസ്റ്റ്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റോക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ്
നിങ്ങളുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഫണ്ടമെൻ്റലും ടെക്നിക്കലും ഒക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ വേണം നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് വയ്ക്കാൻ, പ്രത്യേകിച്ച് ദീർഘകാലത്തെ നിക്ഷേപത്തിന് വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും സന്ധിപ്പും വരേക്കും വണക്കം.